ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മറ്റൊരു അടിപൊളി ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറച്ച് സൈഡുള്ള ഫിഗർ, അതായത് 1, 2, 3, 4, 5, 6, 7, 8 സൈഡുള്ള ഒരു ഫിഗർ വരയ്ക്കുക. അതിൻ്റെ ഔട്ട്ലൈനായിട്ട് വീണ്ടും അതിനുള്ളിലായിട്ട് സെയിം ഫിഗർ തന്നെ വരയ്ക്കുക. വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇനി കോർണേഴ്സ് കണക്ട് ചെയ്ത് നമ്മൾ ബേസ് ഇല്ലാത്ത ട്രയാങ്കിൾസ് ഫിഗർ തന്നിരിക്കും പോലെ വരയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് കണക്ട് ചെയ്ത് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഭാഗം കോർണേഴ്സ് കണക്ട് ചെയ്ത് വീണ്ടും ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. നടുക്കൊരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഫോം ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ അത് കണക്ട് ചെയ്ത് ഒരു ഡയമണ്ട് ഷേപ്പ് ഫോം ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് അതും ചെയ്തു. ഇനി ബാക്കിയുള്ള ഭാഗത്തും ആ ഡയമണ്ട് ഷേപ്പ് കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ 2 സ്റ്റാർ, അകത്തൊരു സ്റ്റാർ, പുറത്തൊരു സ്റ്റാർ, അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ഫിഗർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഒരു അടിപൊളി സിമെട്രിക്കലായിട്ടുള്ള ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചെടുത്തു. ഇനി ആ സർക്കിൾ കണക്ട് ചെയ്ത് നമ്മൾ കുറച്ച് ട്രയാങ്കിൾസ് സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് കോർണേഴ്സിൽ നമ്മൾ കുറച്ച് ട്രയാങ്കിൾസ് വരച്ച് നടുക്ക്. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി ബാക്കിയുള്ള ഭാഗം കണക്ട് ചെയ്ത് ട്രയാങ്കിൾസ് വരയ്ക്കേണ്ടതാണ്. നമുക്കൊരു 3D ലുക്കൊക്കെ തോന്നും. ആ രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇപ്പം ഫിഗറിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏത് ഷെയ്ഡ്സോ കളേഴ്സോ ആണെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ പൂക്കളം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.